വളച്ചൊടിക്കരുത്, വിട്ടുകള. ഓക്കെ, അപ്പം ഞാൻ ഹാപ്പിയാണ്. ഇവന്റെ കൂടെ ഉള്ളപ്പം ഞാൻ ഉറപ്പായി ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ചിരിക്കാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ബ്രൈറ്റ് ആയിട്ടുള്ള റിംഗ് ലൈറ്റ് വെച്ചുകൊണ്ട് അതിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ണ് വേദന എടുക്കണം. അപ്പം ചെറുതായിട്ട് അത് ഇത് വേണോ ദൂരടാ. ഓക്കെ ശരി. ഗബ്രി ആയിട്ടുള്ള സമയത്ത് അപ്പം ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ എന്നും പറഞ്ഞ് എപ്പോഴും ഹാപ്പി എന്നല്ല, ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കാറുണ്ട്, തമാശകൾ പറയാറുണ്ട്, എല്ലാം ഉണ്ട്. അതിനകത്ത് എന്താ എടുത്തു പറയാനാണെങ്കിൽ ഞാൻ ഇവന്റെ കൂട്ടിരിക്കുമ്പോൾ കുറച്ച് ഹാപ്പി കൂടുതലാണ്. ബിക്കോസ് ഇപ്പൊ എനിക്ക് വളരെ കുറച്ച് സർക്കിളേ ഉള്ളൂ. എൻ്റെ സർക്കിൾ വളരെ ചെറുതാണ്. സർക്കിളൊന്നും പറയാനില്ല, ഡോട്ട് അങ്ങനെ പറയാനേ ഉള്ളൂ. അപ്പൊ അതില് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി. ഇപ്പൊ എനിക്കുള്ളവരിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ഇവന്റെ കൂടെ നടക്കുമ്പോഴാണ്. ഇവന്റെ കൂടെ നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, ഞാനിപ്പോ ലോകം കാണാൻ തുടങ്ങുന്നത് ഇവൻ വന്നതിന് ശേഷമാണ്. ഇപ്പൊ ഞാൻ പുറത്ത് പോകുന്നതാണെങ്കിലും എവിടെയും ഞാൻ ഇന്ത്യ വിട്ടു പോട്ടടാ, ഞാൻ കേരളം വിട്ട് ഞാൻ പുറത്ത് പോയിട്ടില്ല. കേരളം വിട്ട് ഞാൻ എന്താ പറയാ, ഞാൻ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലം, കൊല്ലം ഇങ്ങനെ നിന്നിട്ടുണ്ട്. അതല്ലാതെ ഞാൻ അതും കൊച്ചിയിൽ വന്നാൽ എങ്ങനെ, ഞാൻ എൻ്റെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു വന്നു. അതല്ലാതെ ഞാൻ ഇന്നൊരു കടയിൽ പോയി നമുക്ക് ഇന്ന ചായ കുടിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, ഇന്ന സ്ഥലത്ത് പോകാം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഞാൻ ഇപ്പോൾ ഇവൻ വന്നതിന് ശേഷം ഇവൻ്റെ കൂടാണ് പോയി തുടങ്ങിയത്. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിലും പിന്നെ എനിക്ക് എന്തൊരു വിഷമം ഉണ്ടെങ്കിലും പറയാനും ചിരിപ്പിക്കാനും, ഇവൻ തന്നെ വിഷമം പിടിച്ചാൽ ഇവൻ തന്നെ ചിരിപ്പിക്കാൻ അറിയാം, കഴിവുള്ളവനാ. അപ്പൊ ആ രീതിയിലൊക്കെ ഹാപ്പിയാണ്. പിന്നെ കംഫർട്ടബിൾ സോൺ ആണോ എന്ന് ചോദിച്ചാൽ കംഫർട്ട് സോൺ ആണോന്ന് വെച്ചാല് ഭയങ്കര കംഫർട്ടാ. എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ഇപ്പൊ എൻ്റെ വീട്ടുകാരും ഇവനുമാണ്. ഓക്കെ, ഇനി എന്താ, ഞാൻ ഇപ്പൊ പൊലിപ്പിക്കുന്നുണ്ടോ? ഇതുപോലെ എന്നെയും പൊലിപ്പിക്കണം. നമ്മുടെ ഏജ് ഡിഫറൻസ് പറ. അത് നമ്മുടെ ഏജ് ഡിഫറൻസ് ചോദിച്ചേക്കുക. ഞാനും നീയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ്. I am 27 years old and I'm turning 28 next year. മലയാളത്തിൽ പറഞ്ഞു. അടുത്ത വർഷം എനിക്ക് 28 വയസ്സാവും. എനിക്കിപ്പോ 27 വയസ്സ്. ഓക്കെ, അപ്പൊ എനിക്ക് 24 വയസ്സ് കഴിഞ്ഞ മാസം അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ തമ്മിൽ എത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? 25, 26, 27, 3 വയസ്സിന്റെ ഡിഫറൻസ് ആണ്. ഫെബ്രുവരിയിൽ അത് 4 വയസ്സാവും. 3-4 വയസ്സിന്റെ ഡിഫറൻസ് ആണ് ഞങ്ങൾ തമ്മിലുള്ളത്. പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട, പ്രായം കൊണ്ട് ഇവനാണ് മൂത്തതെങ്കിലും ബുദ്ധി കൊണ്ട് എനിക്കാണ് മൂപ്പ് കൂടുതൽ. ഓക്കെ, അടുത്തത് നമ്മുടെ വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ ആയിട്ടൊന്നും എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അതായത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞാൻ പറയണേ. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സിനിമയാണ്. നല്ല സിനിമകളുടെ ഭാഗമാവുക, നല്ല സിനിമകളുടെ ക്യാമറയുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക, ഒരുപാട് നല്ല കഥകളുടെ ഭാഗമാവാൻ പറ്റുക, പിന്നെ ഒരുപാട് നല്ല ആളുകളെ മീറ്റ് ചെയ്യുക, ട്രാവൽ ചെയ്യുക. ദിസ് ഈസ് ഓൾ മൈ ഫ്യൂച്ചർ ഡ്രീംസ്. നീ കണ്ണാടി മാറ്റിക്കുകയാണ് ഇതുപോലെ. എനിക്കങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ആയിട്ടൊന്നും എനിക്കില്ല കേട്ടോ. പ്രായമായിട്ടുള്ള 24 വയസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് വർഷങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 വർഷം മുമ്പോട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എങ്ങനെയാണോ എൻ്റെ ജീവിതം പോകുന്നത് അതിനനുസരിച്ച് ഞാനും പോകുന്നു. നല്ലത് വന്നാൽ നല്ലത്, മോശം വന്നാൽ അത് നല്ലതാക്കാൻ നോക്കുന്നു. ആ ഒരു രീതിയിലുള്ള പ്ലാനിങ്ങേ ഉള്ളൂ. കാരണം ഞാൻ ഒരു പ്രായത്തിന് ശേഷം എനിക്ക് പ്ലാൻ ചെയ്താൽ ഞാൻ എന്താഗ്രഹിക്കുന്നു നടക്കാറില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാവും. അപ്പം ഞാൻ എക്സ്പെക്ടേഷൻസ് മാറ്റി, പ്ലാനിങ് മാറ്റി, എന്താണോ ലൈഫിൽ വരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോറി, ഞാൻ ജാട കാണിക്കാൻ ഫണ്ണായിട്ട് വെച്ചതല്ല, ഞാൻ സീരിയസ്ലി വെച്ചതാണ്. എനിക്ക് ഒന്നാമത് കുറച്ച് ഫോട്ടോ സെൻസിറ്റീവ് ഐസാണ് എൻ്റെ. എനിക്ക് വെളിച്ചം ഭയങ്കര പ്രശ്നമുണ്ടോ? എനിക്ക് അതിലേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ ആ ഒരു മഞ്ഞളിപ്പ് ഇങ്ങനെ ഒരു വട്ടം കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് കാണാം. ഞാൻ അതുകൊണ്ട് വെക്കണതാണ്. ഫേവറേറ്റ് ഫുഡ് നീ പറ. എൻ്റെ നീ പറ. നിന്റെ ഫേവറേറ്റ് ഫുഡോ? ബിരിയാണി. ഉറപ്പിച്ച ഏതെങ്കിലും ഒരെണ്ണം പറ. എടാ അത് നീ എല്ലാം തിന്നൂടാ. ഇവൻ എങ്ങനെയാണെന്നറിയാമോ, ഇവനോട് ഇവന്റെ ഫേവറേറ്റ് ഫുഡ് ഇപ്പൊ ഞാൻ പറയുകയാണ് ഇവന് സ്വീറ്റ്സ് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇവൻ പൊതുവെ എല്ലാവരുടെ അടുത്തും ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ അങ്ങനെ സ്വീറ്റ്സ് കഴിക്കാറില്ല, എനിക്ക് അങ്ങനെ സ്വീറ്റ്സ് ഇഷ്ടമുള്ള ഒരാളല്ല. എന്നാ ഇവനെ പോലെ സ്വീറ്റ്സ് തിന്നുന്ന ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ഇവൻ അങ്ങനെ ഇരുന്ന് സ്വീറ്റ്സ് തിന്നും. സ്വീറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയാം എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് ഇവന്റെ സ്വഭാവം. എനിക്ക് ബേസിക്കലി മധുരത്തോട് അത്ര വലിയ താല്പര്യമില്ല. കിട്ടിക്കഴിഞ്ഞാലൊന്നും അല്ല. ഗബ്രി ഇപ്പൊ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഗബ്രി അപ്പൊ സ്വിഗ്ഗിയിൽ ചെക്ക് ചെയ്യുന്നത് എന്ത് സ്വീറ്റ് കഴിക്കാം, സ്വീറ്റ് ആയിട്ട് എന്ത് കഴിക്കാം, അത്
അങ്ങനെ അതും പലതരം സാധനങ്ങൾ നമ്മൾ കേൾക്കാത്ത സാധനങ്ങളൊക്കെ ഇവൻ തപ്പി കണ്ടുപിടിക്കും. എന്നിട്ട് ഇവൻ പറയാം എനിക്ക് സ്വീറ്റ് ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇവന്റെ ഫേവറേറ്റ് ഫുഡ് എനിക്ക് തോന്നുന്നു ബിരിയാണി ഇഷ്ടം. പ്രോൺസ് ബിരിയാണി ഇഷ്ടം, പ്രോൺസ് ഇഷ്ടം. അതിൽ കൂടുതൽ ഫേവറേറ്റ് ഫുഡ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ജനറലി സേ ചിക്കൻ ബിരിയാണി. ജാസ്മിന്റെ ഫേവറേറ്റ് ഫുഡ് പഴങ്കഞ്ഞിയും അല്ലാന്ന് പറയാൻ പറ്റുമോ? പഴങ്കഞ്ഞിയും കൊഴുവ ഫ്രൈ ഉണ്ടെങ്കിലും നത്തോലി ഫ്രൈ. എന്താ നത്തോലി അല്ലല്ലോ, നിങ്ങളുടെ അവിടെ എന്താ പറയാ? ചാളേനെ മത്തി, ചാള ഫ്രൈ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജാസ്മിൻ നോക്കിയാണ്. പിന്നെ കപ്പപ്പുഴുക്ക്, ഇതൊക്കെ നാടനായിട്ട് നമ്മുടെ വീട്ടില് നമ്മൾ ടേസ്റ്റ് കേരള തനിമയോടെ കഴിക്കുന്ന സാധനങ്ങൾ എന്താണോ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അടുത്തത് എനി പ്രോജക്റ്റ് നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും. അതൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക്. എനി പ്രോജക്ട് ഇൻ ടുഗെദർ എന്ന് പറയുന്നത് തെറ്റാണ്. എനി പ്രോജക്ട് അത് ശരിയാക്കണമല്ലോ. പിള്ളേര് ടൈപ്പ് ചെയ്യണത് ചോദിച്ചാണ് തരാം. അത് ഷഫാന അടുത്ത പ്രാവശ്യം എഴുതുമ്പോ അതിന്റെ ഇടയ്ക്ക് ഇന്ന് എഴുതരുത്. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല കേട്ടോ. അത് ഇത് രണ്ട് തലത്തിലുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടല്ല, വിവരമാണ്. ഇവരെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ വൃത്തിക്ക് അറിയാവുന്നതുകൊണ്ട് ഇവനിരുന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവും ഒരാളെ തെറ്റ് കാണുന്ന സമയത്ത് തിരുത്തി പറഞ്ഞത് നല്ലതാണ്. എനിക്ക് പക്ഷെ ശരി ഇപ്പൊ നമ്മളിപ്പോ പറയും ഇപ്പൊ എനിക്കൊരു തെറ്റ് വന്നാൽ ഗബ്ബർ തിരുത്തി തരാറുണ്ട്. അപ്പം വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇതുപോലൊരു ചൊറി അറിയില്ല. ഞാൻ എന്തിനേലും ഒന്ന് പറയുമ്പോ ജാസ്മിൻ അത് അങ്ങനല്ല, ജാസ്മിൻ ഇത് ഇങ്ങനെ എനിക്ക് കളിച്ചു കയറും. പിന്നെ നമുക്ക് ആരെങ്കിലും നിങ്ങളെ ജീവിതത്തിൽ തിരുത്തി തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരാണ് റിയൽ എന്ന ആൾക്കാരാണ്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളോട് സ്നേഹമോ കമ്മിറ്റ്മെന്റോ ഇല്ലാത്തവർ ഒരിക്കലും നിങ്ങളെ തിരുത്തില്ല. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കണം എന്ന് ഒരിക്കലും ആഗ്രഹം. റിയലി ഡോണ്ട് ഗിവ് ഫ്രീക്ക് അബൌട്ട് വാട്ട് യു ഡു നെക്സ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആരെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ നിങ്ങളോട് പേഴ്സണലി വന്ന് പറയണം നീ ആ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ നീ ആ പറഞ്ഞ സെന്റൻസ് അങ്ങനെയല്ല ഫ്രെയിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് അവർക്ക് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ദേ റിയലി ഡു കെയർ. വിട്, ടെൻഷൻ അടിക്കല്ലേ, ഒന്നുകൂടി പോയാൽ പോരെ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഇപ്പോൾ ഒരു പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ഒരു 20 മിനിറ്റ് ഒന്നും അല്ല, ഒരു 10-3/4 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചതൊന്നും ക്യാമറയിൽ ഷൂട്ടായിട്ടില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ക്യാമറയുടെ ബാറ്ററി തീർന്ന് ഓഫായി പോയി, നമ്മളത് അറിഞ്ഞില്ല. ശാപം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ശാപം. എൻ്റെ മൂഡ് മുഴുവൻ പോയി പണ്ടാറടങ്ങാനായിട്ട് എന്തെങ്കിലും അവിടെ. അപ്പോൾ എന്തൊരു ഞാൻ പറഞ്ഞു വന്നേ, ഓക്കെ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എനി പ്രോജക്ട്സ് ടുഗെദർ എന്നാണ്. ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പ്രോജക്റ്റ് കമ്മിങ് ടുഗെദർ. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുള്ള, കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം മ്യൂസിക് വീഡിയോ റീലൊന്നുമല്ല. ദിസ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റഫ് ടുഗെദർ. എന്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ദിസ് ഈസ് സംതിങ് ഗുഡ്. അപ്പോൾ അത് വന്നതിന് ശേഷം നാളെ ഇതിപ്പോ നടന്നില്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഇന്ന് കേൾക്കണ്ടേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് രണ്ടാളുടെയും ഫാമിലി മീറ്റ് ചെയ്തിട്ടുണ്ടോ? രണ്ടാളുടെ ഫാമിലി തമ്മിൽ മീറ്റ് ചെയ്തിട്ടില്ല. അതായത് ഫാമിലി രണ്ടുപേരും ഒരുമിച്ച് വരേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. സിറ്റുവേഷൻ പക്ഷെ ഞാൻ ഇവന്റെ ഫാമിലിയും ഇവൻ എന്റെ ഫാമിലിയും മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ഇവരുടെ ജിമ്മിന്റെ വീഡിയോയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. അതല്ലാതെ ഇവരുടെ വീട്ടിൽ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇവന്റെ മമ്മി എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ എന്റെ ഫാമിലിനെ ഞാൻ പല ഒക്കേഷൻസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ചെന്നൈയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ ഞാൻ മറ്റേ ഫിനാലേക്ക് ചെന്ന സമയത്ത് ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് യുവർ ഫാദർ ആൻഡ് യുവർ ബ്രദർ. പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണെങ്കിലും ഐ മെറ്റ് എ ഫാമിലി വൺസ്. അതായത് ഈ ഫ്ലാറ്റിന്റെ പാലുകാച്ചലിന്റെ അന്ന് ഇവളുടെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷെ അത് ആൾക്കാർ ഇത് ചോദിക്കുന്നത് എന്താ അറിയാമോ, ആൾക്കാർക്ക് ഇതിപ്പം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തേക്കുന്ന 3-4 ക്വസ്റ്റ്യൻസ് കൂടെ വെച്ച് തന്നെ ആൻസർ പറയാം കേട്ടോ. കാരണം അതല്ലെങ്കിൽ പിന്നെയും പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റേഷൻ വരും. ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതാന്ന് പറഞ്ഞു കൊടുക്ക്. അതിലേക്ക് നമുക്ക് കടക്കാം. അത് വലിയ രസം നമുക്ക് പറയാനുണ്ടെന്നൊക്കെ. ഇതെന്താ അറിയോ,
ഫാമിലി മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ജാസ്മിന്റെ ഫാമിലിയെ കാണാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഗബ്രിയുടെ ഫാമിലിയെ പരിചയപ്പെടാത്തത്. കുറെ പേര് ഉണ്ടാക്കിയാണ് നറേറ്റീവ് എന്താന്ന് വെച്ചാൽ ജാസ്മിന്റെ ഫാമിലി എന്നെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുകയാണ്, എന്റെ ഫാമിലി ജാസ്മിനെ കണ്ടാൽ അടിച്ചോടിക്കാൻ നിൽക്കുകയാണ്. അതെന്താ അറിയോ, മെയിൻ ഒന്ന് ഇവര് കുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇന്നത് പോലെ സ്പ്രെഡ് ചെയ്യാമെന്നും പറയുന്ന ടീമുകളുണ്ട്. അപ്പം കുറെ ആൾക്കാർക്കെന്ന് പറഞ്ഞാല് എന്താണ് ഏതാണെന്ന് അറിയില്ല. ഇപ്പം അതിപ്പം നമുക്ക് എന്താ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്ന ആൾക്കാരല്ല. ഈവൻ എൻ്റെ ഫാമിലിയെ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാല് വീഡിയോ അല്ല, സാഹചര്യം എന്താന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഫ്ലാറ്റിന്റെ പാലുകാച്ചലിനാണ്. ഈ ഫ്ലാറ്റിന്റെ തലേ ദിവസം ഓണർ വിളിച്ച് പറയാണ്, ശരി ഇന്ന് കയറിക്കോ എന്ന് ഉള്ള രീതിയിൽ പറയാണ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വൈകിട്ട് ഇവിടെ സെറ്റ് ആയിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ബാഗും അതും ഇതും എല്ലാം പാക്ക് ചെയ്ത് ഓടി നടന്ന് അത് പ്രാന്തരത്ത് നമ്മൾ ഷോപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കണം. ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അല്ലെങ്കിൽ എല്ലാം മാറ്റ്, ബെഡ്ഷീറ്റ്, തലയണ, അത് ഇത് എല്ലാ സാധനങ്ങളും, പാത്രങ്ങള്, എല്ലാ സാധനങ്ങളും നമ്മൾ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു അന്ന് തന്നെ വൈകിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഇത് ഓക്കെ ആയല്ലോ, ഈ ഫ്ലാറ്റ് ഓക്കെ ആയപ്പോൾ അന്ന് തന്നെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വെള്ളമില്ല പറഞ്ഞോ. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മ ഇതേപോലെ എനിക്ക് ഫ്ലാറ്റ് ഓക്കെ ആയിട്ടുണ്ട്, അത്ത ഇതേപോലെ ഫ്ലാറ്റ് ഓക്കെ ആയിട്ടുണ്ട്, വൈകിട്ട് എൻഡിങ് പോര് നമുക്ക് ഇന്നിവിടെ പാലുകാച്ചി എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് പാലുകാച്ചി സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അവർ അന്ന് തന്നെ വണ്ടി കയറി രാവിലെ ആയപ്പോൾ ഇവിടെ വന്നു. നമ്മൾ അന്ന് രാത്രി ഫുള്ള് എനിക്കൊന്ന് രാത്രി ഒരു 12 മണി 1 മണി വരെയൊക്കെ നമ്മൾ വീട് ഒതുക്കുന്നു, സാധനങ്ങൾ പറക്കി വെക്കുന്നു, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, അത് ഇത്, ബാത്റൂമിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, കിച്ചൺ ഏരിയ ഫുള്ള് സെറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള പരിപാടിയിലായിരുന്നു നമ്മൾ അന്ന് രാത്രി ഫുള്ള്. ഇവൻ താമസിക്കുന്നത് ഇവന്റെ വീട്ടിലാണ്. ഇവൻ ഇവിടെ കുറെ പേര് വിചാരിച്ചിട്ടുണ്ട് ഇവൻ കൊച്ചിയിലാണ് താമസിക്കുന്നതെന്ന്. അതിന്റെ വീട് ഇവിടുന്ന് 25 കിലോമീറ്റർ അപ്പുറമാണ്, അങ്കമാലിയിലാണ്. അതിന്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് പറയാം അവരോട്. അപ്പൊ എന്താ ഇവൻ അങ്കമാലിക്ക് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോൾ രാവിലെ ആയപ്പോൾ പാലുകാച്ചിന്റെ സമയപ്പോൾ അവൻ വന്നു, നമ്മൾ പാല് കാച്ചി. പക്ഷെ വ്ളോഗ് ഒന്നും എടുക്കാൻ നമുക്ക് അന്ന് പറ്റിയിട്ടില്ല, കാരണം നമ്മൾ ഇല്ല, നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. എന്തോ ചെറിയ സാധനങ്ങൾ മാത്രം എടുത്തു. അപ്പൊ പിന്നെ നമുക്കത് ഇട്ടാലും എന്താ പറയാ ഒരു 1.5-2 മിനിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ അത് ഇട്ടില്ല. അപ്പൊ കുറെ പേർക്ക് അറിയാത്തോണ്ടും പിന്നെ കുറെ പേര് പറയാന്ന് കരുതിയും പറയുന്ന ഒരു സാധനമാണ്. സോ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലി തമ്മിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം, സന്ദർഭം വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സാഹചര്യം വരുവാണെങ്കിൽ കാണുമായിരിക്കും. How did you convince your parents to stay alone far from your home? How did they take it? വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അവര് ഇതിന്റെ ഒരു 1/2 മണിക്കൂർ ഇരുന്നിട്ടുള്ള പ്രസംഗം കഴിഞ്ഞതാ. പക്ഷെ അത് ഞാൻ ഒന്നുകൂടി പറയണമെന്നുള്ളൂ. പറഞ്ഞു റെക്കോർഡായില്ല ഗൈസ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പറഞ്ഞു തന്നെ വീണ്ടും പറയാൻ പറ്റില്ല. നാച്ചുറലി വരില്ല, അതായത് നമുക്ക് ആ ഫ്ലോയില് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വരില്ല. ഇപ്പൊ ഞാൻ ഈ സാധനം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് പറയാനിരുന്നതാ, ഈ കാലം വീണ്ടും. ഓക്കെ അപ്പം എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ പാടായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചത്ര പാടായിരുന്നു, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്ര പാടല്ലായിരുന്നു. അത് എന്നെ ഹെൽപ്പ് ചെയ്തത് ഉറപ്പായും ബിഗ് ബോസ് ആണ്. കാരണം 3 മാസം ഞാൻ അവിടെ പോയി. രഘുചേട്ടൻ ആരാന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ വോയിസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വരും എന്ന് പറയില്ല, ആ വോയിസ് കൊടുക്കുന്ന മനുഷ്യനാണ് രഘുചേട്ടൻ കേട്ടോ. അപ്പൊ എന്താ അപ്പം ആ 3 മാസം ഞാൻ അവിടെ സർവൈവ് ചെയ്തോണ്ട് അവർക്കൊരു ഇതുണ്ട്, എന്ത് സർവൈവ് ചെയ്തോളും എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച അത്ര അടിയും ബഹളവും വഴക്കും ഒന്നും അല്ലെങ്കിൽ അത്രയും പ്രശ്നമൊന്നും അവർക്ക് വന്നില്ല. എന്നാലും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്താന്ന് വെച്ചാൽ കുറെ ആൾക്കാർ പറയുന്ന എനിക്ക് അങ്ങനെ നല്ല സംഭവം. എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിട്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഈ പാലുകാച്ചലിന്റെ വ്ളോഗ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ ഫോൺ മാറിയപ്പോൾ പോയോന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം ആ ഒരു സമയത്ത് ഈ വ്ളോഗും കാണുന്നില്ല, ജാസ്മിൻ കൊച്ചിയിലേക്ക് മാറിയെന്ന് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ പറയാം
കടിയടച്ച് പിണ്ടം വെച്ച് അല്ലേ ചാണം മെഴുകി തറയൊക്കെ സെറ്റാക്കി എന്നെ ഇറക്കി വിട്ടു, അല്ലെങ്കിൽ ജാസ്മിൻ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര രീതിയിലുള്ള സംസാരമൊക്കെ ആയിരുന്നു. ജാസ്മിൻ വീട്ടുകാർ ഉപേക്ഷിച്ചു, വീട്ടുകാർ ജാസ്മിൻ ഉപേക്ഷിച്ചു, മറ്റേത് ചെയ്തു മറിച്ചത് ചെയ്തു, കൊല്ലത്തേക്ക് പോയി, കൊല്ലം കൊച്ചി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ എന്തൊക്കെയോ പറയണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം കണ്ണാടി പോരടാ. അപ്പൊ അങ്ങനെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറുന്നത്, ഇങ്ങോട്ടെന്നല്ല എങ്ങോട്ട് മാറിയാലും അവർക്ക് പ്രശ്നമാണ്. കാരണം അവർക്ക് ഞാൻ വീട് വിട്ടങ്ങനെ നിന്നിട്ടുള്ള ഒരാളല്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഞാൻ എവിടെയെങ്കിലും, ഞാൻ ബാംഗ്ലൂർ പോയി 1 മാസം നിന്നിട്ടുണ്ട്, കൊച്ചിയിൽ വന്ന് 1 മാസം ഞാൻ പഠിക്കാൻ വന്ന് നിന്നിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ വിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉമ്മാരെ ഇച്ചിരി ചോറ്, ഉമ്മാരെ ഇച്ചിരി കറി, ഉമ്മാരെ മീൻകറിയോ പുളിമുളകോ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അത് ഇത്തിരി കഴിക്കണം. അല്ലാതെ എനിക്ക് ഒരു തരത്തിലുള്ള മനസ്സമാധാനവും സന്തോഷവും കിട്ടാറില്ല. അപ്പം അതെൻ്റെ ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് വീട്ടുകാർക്കറിയാം. പിന്നെ പോരാത്തതിന് എനിക്ക് എൻ്റെ ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണമല്ലോ. അങ്ങനെ എനിക്ക് അറിഞ്ഞുണ്ട്. ഇപ്പം ഞാൻ റൂമിൽ കിടന്നിട്ട് ഇപ്പം ഞാൻ വിളിക്കും, എനിക്കൊരു ഫാൻ ഇടണമെങ്കിൽ, റൂമിൽ കിടക്കുന്ന ഫാൻ ഇടണമെങ്കിൽ ഞാൻ ഉമ്മ എന്ന് വിളിച്ചിട്ട് ഉമ്മ ആണ് വന്ന് എനിക്ക് എന്ത് ചെയ്തിരുന്നത്, ഫാൻ ചെയ്തിരുന്നത്, ഫാൻ ഇട്ട് തരുന്നത്. അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഉമ്മ എന്നുള്ളൊരു സാധനമാണ് എൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു അത്. അതേപോലെ തന്നെ ഇല്ല പറഞ്ഞ ചില ആൾക്കാർ പറയും പൂനാച്ച പറയുന്നു, അല്ലെങ്കിൽ അവള് ഭയങ്കര ഇത് കാണിക്കുന്നു എന്നൊക്കെ പറയും. എനിക്ക് ഈ പ്രായത്തിലും എൻ്റെ മാതയായിരുന്നു എനിക്ക് വാരിത്തരുന്നത്. ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് വരെ എൻ്റെ ഉമ്മച്ചി, എൻ്റെ വീഡിയോസൊക്കെ പണ്ടത്തെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്, എടുത്ത് നോക്കിയാൽ അറിയാം എൻ്റെ ഉമ്മ ആണ് എനിക്ക് വാരിത്തരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉച്ചയ്ക്കും വൈകിട്ടും പൊന്നൂന് വരി കൊടുക്കൂല. അതെന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഈ ഫോണിൽ കുത്തി ഇരിക്കുമ്പം ഞാൻ കറക്റ്റ് സമയത്ത് കഴിക്കത്തില്ല. അപ്പൊ ഉമ്മച്ചി എനിക്ക് വാരി തന്ന് ശീലിച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ കഴിക്കാതെ ശീലിച്ചു. അപ്പൊ ഉമ്മാക്കാണെങ്കിൽ എന്തില്ലേലും കുഴപ്പമില്ല, ഫുഡ് മക്കൾ കഴിച്ചിരിക്കണം. ഇപ്പൊ എന്റെ ഉമ്മ, ഞാൻ അങ്ങനെ ഒരു സാധനമേ ഇല്ലടാ, വേണ്ടെങ്കിൽ വേണ്ട, അത് എന്റെ അടുത്തും പറയും, വേണമെന്നൊക്കെ പറയും, എന്തൊക്കെ പറഞ്ഞാലും എന്റെ അടുത്ത് 3 ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്റെ അടുത്ത് പറഞ്ഞാലും എനിക്ക് വാരിത്തരും. ഞാൻ എന്റെ ഉമ്മാക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഇതില്ലേ, ഇത് എന്റെ ഉമ്മാക്ക് എന്റെ കൊച്ചു ഉണങ്ങി ഉണങ്ങി ചാവാറായി എന്നാണ് എൻ്റെ ഉമ്മ പറയുന്നത്. കാരണം എൻ്റെ ഉമ്മക്ക് ഞാൻ എപ്പോഴും പുഷ്ടിച്ച് വണ്ണം വെച്ച് ഇങ്ങനെ ഇരിക്കണം, അതാണ് ഉമ്മാക്ക് ഇഷ്ടം. അപ്പം ഉമ്മ എപ്പോഴും എനിക്ക് വാരി തന്ന് അങ്ങനെ എന്നെ കൊണ്ടു നടന്നതാ. അല്ലെങ്കിൽ ഞാനും അങ്ങനെ, എനിക്ക് എൻ്റെ ഉമ്മാരെ വായിരിക്കുന്ന 10 ചീത്തകളൊക്കെ കേട്ടിട്ട് എനിക്ക് സന്തോഷ സമാധാനം കിട്ടത്തില്ല. സോ അപ്പോൾ അവർക്ക് എന്നെ കാണാതിരിക്കുമ്പോഴോ ഒന്നും ഒക്കത്തില്ല. ആ ഒരു പ്രശ്നം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ പെയ്യെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കൊച്ചിയിലേക്ക് മാറാൻ എനിക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്, ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ ചില റീസൺസ് പറഞ്ഞിട്ടുണ്ട്, പറയാത്ത റീസൺസും ഉണ്ട്. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ 2 കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, നമ്മളുടെ വീട്ടുകാർക്ക് ആർക്കായാലും അപ്പന്മാർക്ക് മക്കള് വീട്ടിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയണത്. ആരും ആഗ്രഹത്തോടെ ഒരു മക്കളെയും ഒരു സ്ഥലത്ത് നിന്ന് ഇറക്കി വിടില്ല. ഇപ്പോൾ പ്രവാസത്തിന് പോണവരാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ജോലിക്കായിട്ട് പോണവരാണെങ്കിലും അപ്പനമ്മമാർക്ക് എപ്പോഴും അവരെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ പോയിട്ട് പറയാണ് എനിക്ക് കൊച്ചിക്ക് മാറണം, ദുബായിക്ക് പോകണം, മറ്റോടത്തേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും വേണ്ട, പോകണ്ട, എന്തിനാ അവിടെ പോയി നിൽക്കണേ, ഞങ്ങൾക്ക് ഇനി ഇത്ര നാളും കൂടി ഉള്ളൂ, എനിക്കപ്പോൾ എൻ്റെ കൺവെട്ടത് കാണണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പിന്നെ ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ മക്കൾ വളരാൻ വേണ്ടി ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇപ്പോൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി പോണ സമയത്ത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് അപ്പനമ്മമാരെക്കാളും കുറച്ചുകൂടി നല്ല ജീവിത സാഹചര്യങ്ങൾ കിട്ടാനുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ അങ്ങനെ മാറിപ്പോവാനായിട്ട് അവർ നിർബന്ധിതരായിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ ബേസിക്കലി ആർക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ആരും, എനിക്കാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയും പെങ്ങളും അനിയത്തിയും അല്ലെങ്കിൽ ആരും അങ്ങനെ വിട്ടു പോകണം, വേറെ സ്ഥലത്ത് പോയി താമസിക്കണം, വേറെ സ്ഥലങ്ങളിൽ താമസിക്കണം എന്നുകൊണ്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് ചെറുതായിട്ട് മാറണ കാര്യമൊക്കെ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം ഒരു ചെടിച്ചട്ടിയിൽ നടുന്ന സമയത്ത്, അത് ഒരു തൈ നടുന്ന സമയത്ത് അത് വളർന്നൊരു ചെടിയാവും. പിന്നെ അതിനൊരു മരമാവണമെങ്കിൽ അതിനൊരിക്കലും ആ ചെടിച്ചട്ടിയുടെ അകത്ത് നിന്ന് പറ്റില്ല. എത്ര പോഷക ഗുണം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ആ ചെടിച്ചട്ടിയിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്.
അതിനെ എടുത്തിട്ട് നേരെ മണ്ണിലേക്ക് നടുമ്പോഴാണ് അതിന് പടർന്ന് പന്തലിച്ച് ഒരു മരമാവാൻ പറ്റണത്. അപ്പം നമ്മളുടെ ലൈഫിലുള്ള കംഫർട്ടബിൾ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് ബബിളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പുറത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനോ വളരാനോ ഉള്ളൊരു അവസരം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളെ തന്നെ ഫോഴ്സ്ഫുള്ളി വേറൊരു അൺനോൺ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അൺനോൺ ഇതിലേക്ക് ഇക്വേഷനിലേക്ക് നമ്മൾ തന്നെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ചാലഞ്ചുകൾ വരും. ആ ചാലഞ്ചുകളെ നമ്മൾ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അത് ചില സമയത്ത് നമ്മൾ തോറ്റുപോകും, ചില സമയത്ത് നമ്മൾ നല്ല രീതിയിൽ അതിൽ ജയിക്കും. തോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് വരും എങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. ജയിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് എപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ബിഗ് സ്റ്റെപ്പാണ്. നമ്മൾ പ്രത്യേകിച്ച് ജാസ്മിനിലെ എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യം, ജാസ്മിനെ പോലെ ഉള്ള ഒരാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് അധികം മാറി നിൽക്കാത്ത ഒരാൾ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലായിരിക്കും ചിലപ്പോൾ നീ ലൈഫിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. 100 days ഞാൻ നിന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 100 days 3 months ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്, 3-4 months ഒക്കെ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ വളർന്നു വന്ന ഒരാൾ പെട്ടെന്ന് സ്വന്തം വീട്ടിൽ നിന്ന് പോവാതും ഇവളെ ഇപ്പോഴും ഇവളുടെ ഉപ്പയമ്മയെ നോക്കണത് മറ്റേ 10 വയസ്സായ കൊച്ചിന്റെ പോലെയാണ്. അതാണ് ഏറ്റവും എന്റെ അത്ത എനിക്ക് +2 പഠിക്കുന്ന സമയത്ത് ഞാൻ അത്താരത്ത് പറഞ്ഞ അത്ത എനിക്ക് വെള്ളം കുടിക്കുക ഒരു കുപ്പി മേടിച്ചിട്ടുണ്ടല്ലോ. +2 പഠിക്കുന്ന സമയത്ത് അന്നത്തെ എനിക്ക് മേടിച്ചിട്ടുള്ള കുപ്പിയാണെന്നോ അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇവളുടെ പാരന്റ്സ് ഇവളെ എപ്പോഴും ഇവളുടെ അനിയനാണെങ്കിലും ഇവളെ കൺസിഡർ ചെയ്യണത് ചേച്ചിയുടെ പോലെയല്ല, അവളുടെ അനിയത്തിയുടെ പോലെയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുന്ന സമയത്ത് അവൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചുകൾ ആലോചിച്ചിട്ടും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ടൊക്കെ എല്ലാ വീട്ടുകാർക്കും നാച്ചുറലി വരാവുന്ന ഒരു സാധനമാണ് ഒരു ഒബ്ജക്ഷൻ. പക്ഷെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് കൊച്ചിയിൽ വന്നതുകൊണ്ട് ജാസ്മിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്. ഗുണങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ലൈഫിൽ അവൾ ഫേസ് ചെയ്യാത്ത ചലഞ്ചുകൾ അവൾ ഫേസ് ചെയ്ത് തുടങ്ങി. അവൾ സ്വന്തമായിട്ട് കാര്യപ്രാപ്തിയോടുകൂടെ സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഫുഡ് വെച്ച് അല്ലെങ്കിൽ ഫുഡ് മേടിച്ച് കഴുകി മേശ തുടച്ച് ബാത്റൂം കഴുകണം, വാഷ് ബേസിൻ കഴുകണം, അത് ചെയ്യണം ഇത് ചെയ്യണം, എല്ലാത്തിനും ഉപരി ഒരു ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ കുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കി. അപ്പൊ ടോട്ടലി അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തോടുകൂടി ജാസ്മിൻ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ജാസ്മിന് അത് എപ്പോഴും ഭാവിയിലേക്ക് അത് വളരെ നല്ലതായിട്ടേ വരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ വീട്ടുകാർ അങ്ങനെ പറഞ്ഞ് ഞാൻ എന്റെ കാര്യങ്ങൾ എന്താണ് ഏതൊക്കെയാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കൊല്ലത്തുണ്ടായിരുന്ന സമയത്തും മന്ത്ലി ഒരു 2 വട്ടമൊക്കെ ഞാൻ കൊച്ചിയിലേക്ക് വരുമായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറെ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആദ്യം സമ്മതിച്ചു എന്നല്ല, പെയ്യെ ഗ്രാജുവലി അവർക്ക് മനസ്സിലായി. ഇപ്പൊ കുഴപ്പമില്ല. സോഷ്യൽ ആങ്സൈറ്റി കുറയും. അതായത് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അധികം പുറത്തുനിന്നുള്ള ആൾക്കാരെ കാണണമെന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ സിനിമയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിഗർ പിക്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എക്സ്പോഷർ. ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ BBയിൽ ഹേറ്റേഴ്സ് ഉള്ള ടൈമിലും സ്റ്റിൽ ആൻഡ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ് ഫൈറ്റ് ഫോർ യു. താങ്ക് യു സോ മച്ച്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ പല റീസൺ കൊണ്ടും എന്നെ പിക്ചർ ചെയ്യപ്പെട്ട കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്ന നറേറ്റീവിനെ കുറിച്ച് അല്ലെങ്കിൽ PR ടീമുകളുടെ അറ്റാക്ക്, വെട്ടുകളികളുടെ ആക്രമണം, ഇതെല്ലാം കാരണങ്ങൾ കൊണ്ടും പബ്ലിക്കായിട്ട് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം ആയിരുന്നു എന്നുള്ളത് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ ലൈഫിലെ ഭാഗ്യം കൊണ്ടും ഒക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ ആ സമയത്തും എനിക്ക് വേണ്ടി നിന്നു, ഫൈറ്റ് ചെയ്തു. ഞാൻ അതിലെടുത്ത് പറയേണ്ട കുറച്ച് പേരുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഞാനിങ്ങനെ ഫോർമലായിട്ടുള്ളൊരു താങ്ക് യു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഫോർമലായിട്ട് ഭയങ്കര എൻ്റെ ഇതായിട്ട് പറഞ്ഞിട്ടില്ല. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ എം സേയിങ് ദിസ്. എടുത്ത് പറയേണ്ട 2-3 പേരുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഹെൻറിയും നൈസനും മനുവും അരുണും ഒക്കെയാണ്. ഹെൻറിയും നൈസനും ആണ് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. ഹെൻറിനെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോയത്. ചെന്നൈയിൽ നിന്ന് ശ്രീലക്ഷ്മി വിളിക്കും, ഹെൻറി അടുത്ത ആഴ്ചത്തെ ഡ്രസ്സ് എന്ന് പറയുന്ന സമയത്ത് ഹെൻറി എറണാകുളത്തേക്ക് ഓടണം. മറ്റേ ജോലിയൊക്കെ വിട്ട് എറണാകുളത്തേക്ക് ഓടുന്നു, അവിടെ നിന്ന് ഡ്രസ്സ് പറക്കുന്നു, അവിടെ നിന്ന് ഇത് ചെയ്യുന്നു, വീട്ടിൽ പോയി പൈസ മേടിക്കുന്നു, അങ്ങോട്ട് ചെയ്യുന്നു ഇങ്ങോട്ട് ചെയ്യുന്നു, പിന്നെ അത് പാഴ്സൽ ചെയ്യുന്നു,
നൈസൻ ഇത് ചെന്നൈയിൽ നിന്ന് കളക്ട് ചെയ്ത് ചെന്നൈയിൽ നിന്ന് ഇവരുടെ ഓഫീസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം സെറ്റിൽ നിന്ന് തന്നെ മേടിച്ച് 1 മണിക്കൂർ എന്തോ അവന് ട്രാവൽ ചെയ്യണം. അങ്ങനെ വന്ന് ബിഗ് ബോസിൻ്റെ സെറ്റിൽ കൊണ്ടു കൊടുക്കുന്നു. ഞാൻ ഇറങ്ങുന്ന ദിവസം എൻ്റെ കൂടെ വന്ന ക്രൂവൽ മെമ്പർ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം നൈസിന് ഹെൻഡ്രിക്കൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം കേട്ടോ, ഭയങ്കര അവരെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി അവരെത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ അവർ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ അതിനെങ്ങനെ ഡീൽ ചെയ്യണമെന്നൊന്നും പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. പിന്നെ എന്നിട്ടും അവർ പഠിച്ച പണി 18 പറ്റി. ഇടയ്ക്ക് എപ്പോഴോ മാസ് റിപ്പോർട്ടിങ് വന്നിട്ട് എൻ്റെ അക്കൗണ്ട് പോയി. അപ്പോഴും അവരെങ്ങനെയൊക്കെയോ ആരൊക്കെയോ പോയി 2-3 പേരുടെ അക്കൗണ്ടുകൾ പോയിട്ട് അതിൽ തിരിച്ചു വന്ന ഒരേ ഒരു അക്കൗണ്ടുള്ളൂ, അത് എൻ്റെയാണ്. ഇൻസ്റ്റാഗ്രാം മറ്റേ റിപ്പോർട്ട് ചെയ്ത് പോയതിന് ശേഷം തിരിച്ചു വന്നിട്ടുള്ള ഒരേ ഒരു അക്കൗണ്ടുള്ളൂ, അത് എൻ്റെയാണ്. ഈ അടുത്ത് ബിഗ് ബോസിൽ കുറെ ആൾക്കാർ കുറെ പേരുടെ പോയി. നമ്മുടെ ജിൻഡോ ജണ്ട പോയി, അൻസിബയുടെ പോയി, കുറെ പേരുടെ പോയി, അപ്സരയുടെ പോയി. അപ്പൊ ഇതൊക്കെ റിപ്പോർട്ടിങ്ങും PR കൊണ്ടൊക്കെ പോയതാ. പക്ഷെ തിരിച്ചു വന്ന എന്റെ ഉള്ളൂ. കാരണം അവന്മാര് പോയി, നിന്റെ ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ എന്റെ അക്കൗണ്ടിനകത്ത് 3 പൂച്ച ഒരുമിച്ച് പെറ്റി അടക്കിയിരുന്നു. അപ്പൊ എന്നിട്ടും ഇവന്മാർ അത് തിരിച്ചു കൊണ്ടു. എനിക്ക് ഡ്രസ്സുകൾ കറക്റ്റായിട്ട് എത്തിച്ചു. ഹെൻറി ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാമത്തെ ആഴ്ചയിലത്തെ ഹെയ്റ്റ് ഒക്കെ കണ്ടിട്ട് പുള്ളിക്ക് തന്നെ അറിഞ്ഞൂടെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. അവൻ പോയി പ്രാർത്ഥിച്ച് മെഴുകിരിയൊക്കെ കത്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇവനെ എങ്ങനെയെങ്കിലും പുറത്താക്കി ഇറക്കി വിടണം രീതിയിൽ. എന്നെ മറ്റേ ലാലേട്ടൻ എന്നെയും ചിന്നോചേട്ടനും കൂടി ഔട്ടാക്കിയ ദിവസം ഇവര് പടക്കം കൊണ്ട് ആസ്വദിക്കണം സെറ്റ് രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ എന്നിട്ടും അവർ സപ്പോർട്ട് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് പേരുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പബ്ലിക് ഫിഗേഴ്സ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നതും ഇൻ്റർവ്യൂ ചെയ്യാറോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നമ്മുടെ ജീവിതത്തിൽ ഡൗൺഫോളുകൾ വരുമ്പോഴാണ് നമ്മളുടെ റിയൽ ആയിട്ടുള്ള ആളുകൾ ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഡൗൺഫോൾ വന്ന സമയത്ത് എൻ്റെ കൂടെ വന്നിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. ബിഗ് ബോസിൽ പോണേക്കാളും മുമ്പാണെങ്കിൽ എനിക്ക് ബിഗ് ബോസിൽ പോയിട്ടുള്ള 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡെയ്സി ആയാലും റംസാൻ ആണെങ്കിലും അങ്ങനെ കുറച്ച് പേര്. അവരോട് ഞാൻ പോണതിന് മുമ്പ് ഞാൻ ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അലസാൻഡർ, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫ് ടൈമിൽ ഒരുപാട് നാളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. പബ്ലിക് ഫിഗേഴ്സാണ്. ഇപ്പോൾ സാനിയ ആയിക്കോട്ടെ, യാമി ആയിക്കോട്ടെ, ഡെയ്സി ആയിക്കോട്ടെ, ഇവരെല്ലാം ആഡിസ് ആയിക്കോട്ടെ, ഒരുപാട് പേരുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പോസ്റ്റിൻ്റെ താഴെ തെറി വരുമ്പോഴും ആ തെറി ഏറ്റെടുത്തുകൊണ്ട് അവിടെ വന്ന് നിന്ന് എനിക്ക് വേണ്ടി ഇവൻ ഇങ്ങനെയല്ല, യു ഡോണ്ട് ഡിസേർവ് ദിസ് ഹെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇട്ട് അതിൻ്റെ പേരിൽ വെട്ടുകിളി ആക്രമണവും അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. കാരണം ഇതിലെ ബേസിക്, ഞാൻ വലിച്ചു നീട്ടമല്ല, ഇതിലെ ബേസിക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്നെ അവിടെ ചെന്നതിന് ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ കണ്ടിട്ടുള്ള ആൾ ഇതല്ലാന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരെൻ്റെ കൂടെ നിന്നിട്ട് അവരെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. കുറേയൊക്കെ ബുദ്ധിമുട്ടി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എനിക്ക് വേണ്ടി നിന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം മാത്രമല്ല ഇവിടെ ഞാൻ പറയണം, റാൻഡമായിട്ട് എനിക്ക് ഒരുപാട് ഇമെയിലുകളൊക്കെ വന്നു. എനിക്കൊരു 1000, 2000, 3000 ഇമെയിൽ വന്നു ഞാൻ ഇറങ്ങിയ ദിവസം. അതിലെല്ലാവരും ഒരുപാട് പേര് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും അടക്കം എല്ലാവരും വന്ന് വിളിക്കുമായിരുന്നു. ഗബ്രീനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടുകിളി ആക്രമണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. എന്നിട്ടും സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു സോറിയാണ്. ഐ എം സോ സോറി ദാറ്റ് യു ഹാഡ് ടു ഗോ ത്രൂ ഓൾ ഓഫ് ദോസ് നെഗറ്റിവിറ്റി because you stood for me. ആൻഡ് രണ്ടാമത്തെ കാര്യം, താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് ഞാൻ നന്ദി പറയാണ് എനിക്ക് വേണ്ടി നിന്നതിന്. ആൻഡ് ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. യു ഗൈസ് ആർ ഇൻ മൈ മൈൻഡ് ഓൾ ദ ടൈം. അപ്പോൾ ദാറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു ഡു, ബട്ട് സ്റ്റിൽ യു ഡിഡ് ഇറ്റ്. യു ഗൈസ് ആർ വെരി സ്പെഷ്യൽ ഫോർ മീ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിക്ക് പിന്നെ എന്താ പറയുക, എന്നെ പണ്ട് തൊട്ട് ഇഷ്ടപ്പെടുന്ന, ബിഗ് ബോസിൽ പോയിട്ടും ഇഷ്ടപ്പെട്ട് ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇവൻ്റെ ഭാഗ്യമായിരുന്നു ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയായിരുന്നു BBയിൽ കണ്ട ഗബ്രി അല്ല ശരിക്കും അവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അവർ മുമ്പ് കണ്ടിട്ടുള്ള ഗബ്രി എന്നുള്ള രീതിയിൽ അവർ എതിർത്ത് നിന്നു. എനിക്ക് അങ്ങനെ എന്താ പറയാ, എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ഒരുപാട് പേര് എനിക്ക് അറിഞ്ഞുള്ളൂ, അവരെ തെറ്റിദ്ധരിച്ചതാണോ എന്താണെന്ന് അറിയില്ല. കാരണം എന്നെ മുമ്പേ അറിയാവുന്ന ആൾക്കാരാണ്. 2-3 പേരൊക്കെ, അർജുൻ, ആനന്ദൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. ആനന്ദൊന്നും എവിടെ, ആനന്ദ് ഇറങ്ങിയ സമയത്തൊക്കെ ആനന്ദനോടൊന്ന് പറഞ്ഞത്
ഞങ്ങൾക്ക് അറിയാം ആ കണ്ട നീ അല്ല നീ എന്നുള്ളത്, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ഈ പറയുന്ന നമുക്ക് മീഡിയയിലുള്ള ആൾക്കാരല്ല, ഒന്നുമല്ല. പോരാത്തന്നെ ഇവരോട് പോവാൻ നേരത്തെ ഞാൻ ഒന്നും ഏൽപ്പിച്ചു പോയിട്ടില്ല. എന്റെ ഡ്രസ്സായാലും നല്ല രീതിക്ക് പണിയുന്നത്. അത് പോട്ടെ, അത് അങ്ങനെയൊക്കെ പോയി. പിന്നെ എനിക്ക് വിഷമമുള്ളത് പറയണ്ടല്ലോ. വിഷമം നമ്മൾ നെഗറ്റിവിറ്റി ഒന്നും ഇതിൽ പിടിക്കാനുള്ള പോട്ടെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ചില സമയത്ത് ദൈവമായിട്ടൊരു അവസരം തരും, അതായത് ഫിൽട്ടർ ചെയ്യാനായിട്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന റിയൽ ആയിട്ടുള്ള ആരാണ്, ഏത്. പക്ഷെ ഇവൻ ഇത് പറയുമ്പോഴൊക്കെ എനിക്ക് ആ സാധനം എനിക്ക് വിഷമാവാറുണ്ട്. കാരണം ഇവനെ ആൾക്കാർ മനസ്സിലാക്കി ഇവന്റെ ഫ്രണ്ട്സ് നിന്നല്ലോ എന്നല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിലായാലും എൻ്റെ ഏതൊരു റിലേഷൻഷിപ്പിലായാലും എൻ്റെ ഏതൊരു ബന്ധത്തിലായാലും ഞാൻ എൻ്റെ മാക്സിമം നിൽക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ ചത്ത് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അത് അവർക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് വന്നാലും അത് നമ്മുടെ ഫ്രണ്ടാണ്. അവർ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ടാണ്. നമ്മളത് തിരുത്താനുള്ളതാണെങ്കിൽ തിരുത്തും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അങ്ങനെയൊക്കെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കൊരു താഴ്ച വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു അടി വന്നപ്പോൾ ഞാൻ അത്രയും നിന്നിട്ടുള്ള ആള് അല്ലെങ്കിൽ ആൾക്കാര് നമുക്കില്ലാതായി എന്നുള്ളത് വിഷമമുള്ളൊരു കാര്യമാണ്. നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുന്നത്. അതായത് ഒരാള് പൈസ ഉള്ള സമയത്ത്, അത് പറയില്ലേ, പൈസ ഉള്ള സമയത്ത് ഒരുപാട് പേരുണ്ടാവും, പൈസ പോണ സമയത്ത് ആരുണ്ടെന്നുള്ളതിലാണ് അത് എനിക്ക് മനസ്സിലായ വേറൊരു സാധനം ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ എന്റെ സർക്കിൾ വളരെ ചെറുതാണ്. ഞാൻ BBയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ കുറച്ച് പോസിറ്റീവ് വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങി. അതാണ് ഞാനത് എപ്പോഴും പറഞ്ഞു കൊടുക്കും. അതായത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ BBയിലുള്ള സമയത്ത് ഞങ്ങൾക്കെതിരെ ഭയങ്കര നെഗറ്റീവ് ക്യാമ്പയിൻ, ഹെയ്റ്റ് ക്യാമ്പയിൻ, ഒരുപാട് ആൾക്കാർക്ക് വെറുപ്പ്, ദേഷ്യം, തെറിവിളിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തള്ളി പറയും. അതിനുശേഷം നമ്മൾ നന്നാവണമെന്ന് കാണുന്ന സമയത്ത് അവരായിട്ട് തന്നെ നൈസായിട്ട് ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയുണ്ട് എനിക്ക് അങ്ങനെയുള്ള എനിക്ക് ഉപദ്രവിച്ചവരെക്കാളും എനിക്ക് ദേഷ്യമാണ്. എനിക്ക് വിഷമമാണ്. എനിക്ക് ദേഷ്യത്തെ കഴിയും കൂടുതൽ വിഷമമാണ്. കാരണം നമ്മള് അവർക്ക് വേണ്ടി മരിച്ചു നിന്നിട്ട് നമുക്കൊരടി വന്നപ്പോ ഇപ്പൊ നമ്മുടെ തെറ്റാവാം, നമ്മുടെ തെറ്റല്ലാതിരിക്കാം. പക്ഷെ തള്ളിപ്പറഞ്ഞതും പോട്ടെ, തള്ളിപ്പറഞ്ഞതും ഞാൻ സഹിക്കും. ചിലത് വിഷമമാണ്. പക്ഷെ നിന്നവരുണ്ട്. അർജുനാണെങ്കിലും ആനന്ദാണെങ്കിലും. ഇനി 2 പേരല്ലാതെ എനിക്കൊരു പേര് പറയാൻ വേറെ ഇല്ല. ഉണ്ടോ? എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാരും തള്ളി പറഞ്ഞപ്പോഴും ഇവർ രണ്ടുപേരും എന്നെ തള്ളി പറഞ്ഞില്ല. അതിൽ സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്ന ആനന്ദിനെയാണ്. ആനന്ദ് ആരോടും ഒന്നും എവിടെയും പോയി ഒരക്ഷരവും മിണ്ടാൻ നിന്നില്ല. അപ്പൊ അത് പിന്നെ എനിക്ക് വേണ്ടി നിന്നിട്ടുള്ള എല്ലാവർക്കും ഇപ്പൊ ഇവ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ എന്റെ പേരിൽ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ തള്ളക്കും നന്നയ്ക്കും കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയ്ക്കും വിളിയാണ്. എന്നിട്ടും എനിക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ലവ് യു. അടുത്ത ക്വസ്റ്റ്യൻ. ഗബ്രി ചേട്ടനിൽ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി? ഗബ്രി ചേട്ടനിൽ ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ട്. വെള്ളം ഉണ്ട്, നീ എവിടെ? എനിക്ക് കേൾക്കാൻ പയ്യ. ഗബ്രി ചേട്ടനിൽ ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പൊ എടുത്ത് പറയാനുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗബ്രി ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം അവനുള്ള എന്ത് അറിവോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവനുള്ള എന്ത് കഴിവോ ആയിക്കോട്ടെ, ഇപ്പം എനിക്കുള്ള ഈ ഒരു അറിവ് അല്ലെങ്കിൽ ചിലരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ അങ്ങനെയാണ്. ഇപ്പം എത്ര ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും ഇപ്പൊ നമുക്കുള്ള ഈ ഒരു സാധനം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സാധനമാണ്. അല്ലെങ്കിൽ ഒരു വട്ടം പറഞ്ഞു കൊടുത്ത് അവരത് ചെയ്തില്ലെങ്കിൽ പിന്നെ അവരെ നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കണം, അവരെ നന്നാക്കി അവർ നല്ലതുണ്ട് അല്ലെങ്കിൽ നല്ലത് ചെയ്ത് ജീവിക്കണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഗബ്രി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ അവന് കുറച്ചെങ്കിലും അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അവൻ ഇന്ന് പരിചയപ്പെട്ട ഒരാളാണെങ്കിലും അവനുള്ള സാധനം അവൻ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അവനുള്ള അറിവ് അവൻ പറഞ്ഞു കൊടുക്കും. ഇന്നത് ചെയ്, ഇന്നതുപോലെ, ഇന്നത് എനിക്കാണെങ്കിലും പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അത് അവൻ്റെ ഒരു നല്ല ക്വാളിറ്റിയാണ്. ഒരെണ്ണം പറയാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. What is your best moment with Gabri? What is Gabri's best moment with Jasmine? Love you guys a lot. Reshma Khan. ഷാർഖാൻ ആരെങ്കിലാണോ? ബെസ്റ്റ് മൊമെന്റ് വിത്ത് ജാസ്മിൻ. ഒരുപാട് ബെസ്റ്റ് മൊമെന്റ്സ് ഉണ്ട്. എനിക്ക് അങ്ങനെ അതായത് 1-2 ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഐ ഹാവ് എ ലോട്ട് ഓഫ് ബെസ്റ്റ് മൊമെന്റ്സ്. ഞാൻ ഈ നിമിഷങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എടുത്ത് പറയാൻ പറ്റാവുന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി
ഇപ്പം മേഘാലയ ട്രിപ്പ് വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സാധനമാണ്. ഫൈനൽ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൽ നോൺ ഗ്രേറ്റി എന്നുള്ള ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് മുകളിലേക്ക് മല കയറി ഒരുമിച്ച് കാലെടുത്ത് വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. 2000-3000 സ്റ്റെപ്പിൻ്റെ ട്രക്കിങ്. പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ നമ്മളത് ഫിനിഷ് ചെയ്ത് മുകളിലെത്തി. അല്ല, പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ 100% ആയിട്ട് എത്തി. ഞാൻ സ്ട്രെച്ചർ വിളിക്കണം എന്ന് വിചാരിക്കുന്നു, അത് നടന്ന് കയറാന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആണ്. അതാ നീ ഇവൻ പ്രതീക്ഷിച്ചു ഞാൻ സ്ട്രെച്ചറിൽ പോകുന്നു, അതിലും ബെറ്റർ ആയിട്ട് ചെയ്തു. പക്ഷെ എനിക്കത് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ നോൺ ഗ്രേറ്റിൽ നിന്ന് തിരിച്ച് ഷില്ലോങ്ങിലേക്ക് പോകുന്ന വഴിയിൽ വിശന്ന് കഴിഞ്ഞപ്പോൾ റാൻഡംലി പ്ലാൻഡ് ഒന്നുമല്ല, നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഫുഡ് ട്രക്ക്. ഞാൻ പറഞ്ഞു, ഇതേ ഫുഡ് ട്രക്ക് ഉണ്ട്, നമുക്ക് നിർത്തിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഡ്രൈവറോട് പറഞ്ഞ് നിർത്തിച്ചിട്ട് ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സൺസെറ്റ് കണ്ടുണ്ട് മോനെ. അത് ആ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സൺസെറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ എൻ്റെയും ജാസ്മിൻ്റെയും മുഖത്തുള്ളൊരു ഗ്ലോ ഉണ്ട്, നോർമലി ഇല്ലാത്തൊരു ഗ്ലോ. അതായത് നമ്മൾ എന്തോ ലൈഫിൽ എന്തോ അച്ചീവ് ചെയ്ത ആളുകളുടെ മുഖത്ത് കാണുന്ന പോലത്തെ ഒരു ഗ്ലോ. നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് പോകാൻ പറ്റി, പ്രകൃതിയിൽ നമ്മൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട്, അതായത് കണക്ഷൻ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് കുറച്ച് നാള് പ്രകൃതിയുടെ ഉള്ളിൽ താമസിക്കാൻ പറ്റി. കാരണം ഞങ്ങൾ ഓൾറെഡി ബിബിയിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ചൊരു ട്രിപ്പ് പോകണം. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. ബിബിയില് കുറെ പേര്, ഞാൻ തന്നെ ഒരുപാട് ആൾക്കാരായിട്ട് കുറെ പേര് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവിടെ പോണം ഇവിടെ പോണം പുറത്തിറങ്ങിട്ട്. ഞാൻ വേറെ ആരുടെ കാര്യമല്ല പറഞ്ഞേ, എന്റെ കൂടെ ട്രിപ്പ് പോവാന്ന് എന്റെ അടുത്ത് പറഞ്ഞ 2-3 പേര് വന്നിപ്പോ എനിക്ക് അറിയാൻ പോലും പാടില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് അവിടെ പോണോട്ടോ, നമുക്ക് ഇവിടെ പോണോട്ടോ, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ട്രിപ്പ് പോയി നമ്മൾ കണ്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് ട്രിപ്പ് പോയത് ബേബിന്ന്. അതിനുശേഷം ഇപ്പൊ സിജുവും തായ്ലൻഡ് പോയി. അപ്പൊ അങ്ങനെ ആ സമയത്ത് ആ ഒരു മൊമെന്റ്, അതായത് ഒരു ഫുഡ് ട്രക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു US-ലെ ഗ്രാൻഡ് കാനിയനിലൊക്കെ കാണുന്ന സെറ്റപ്പിലുള്ള ഒരു പോലത്തെ ഒരു വ്യൂവിൽ ഒരാൾ നിന്നിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് മറ്റേ കൗബോയ് ഹാറ്റൊക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നു. അതിന്റെ ഫുഡ് ഉണ്ടായിരുന്നു, നല്ല ഫുഡ് ട്രക്ക്, സൺസെറ്റ് വൈബ്, തണുത്ത കാറ്റ്. എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ രോമാഞ്ചം വരും. അങ്ങനത്തെ ഒരു കിഡിലൻ സെറ്റപ്പ് ഇതായിരുന്നു. അപ്പോൾ അത് വൺ ഓഫ് മൈ ബെസ്റ്റ് മൊമെന്റ്സ് വിത്ത് ജാസ്മിൻ. ഇനി നീ പറഞ്ഞു. എൻ്റെ ബെസ്റ്റ് മൊമെന്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗബ്രിയുടെ റീ എൻട്രി ഞാൻ മാറ്റി പിടിക്കുകയാണ് ഗൈസ്. എപ്പോൾ ചോദിച്ചാലും ഗബ്രിയുടെ റീ എൻട്രി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് ആണ് കൊണ്ടൊന്നുമല്ല, നമ്മൾ ഭയങ്കര വിഷമത്തിൽ ആരും ഇല്ലാതെ കുറേ നാള് നമ്മളിങ്ങനെ പോയിട്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് ബിഗ് ബോസിനാണ്. തേച്ചിലെ പെണ്ണ എന്നുള്ള പാട്ടിന് പകരം വേറൊരു പാട്ട് എനിക്ക് ആ സമയത്ത് ഇട്ട് തരാതിരുന്നത് വളരെ നന്നായി. ഞാൻ പറയണില്ല ഇനി ഇപ്പൊ ഞാൻ ഇവിടെ വെറുതെ. അപ്പൊ എന്താ അപ്പൊ അന്നത്തെ ആ ഒരു സാധനം അല്ലാതെ വേറൊരു സാധനം ഞാൻ പറയാം. നമ്മൾ മേഘാലയയിൽ ഡബിൾ ടക്കറിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ട്രക്ക് ചെയ്ത് പോകണം. കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നു കയറുന്നു. അപ്പം നമ്മൾ ഒരു കുന്നോളം സ്റ്റെപ്പുകൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളൊരു നാച്ചുറൽ പൂൾസിലെത്താം. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറേ നേരം നിന്ന് അപ്പോഴത്തേക്കും ഇരുട്ടാൻ തുടങ്ങി. അവിടെ ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഇരുട്ടി തുടങ്ങും. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് കാര്യം നമ്മളോട് പറഞ്ഞു, നമുക്ക് പോവാം, ഇരുട്ടി തുടങ്ങും, ഇവിടെ മറ്റേ എന്തോ അമ്പലമോ എന്തോ കാവോ അവിടെ എന്തൊക്കെയോ സീനുണ്ട്, അല്ലെ മൃഗങ്ങൾ, അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വെള്ളം കണ്ടതിൻ്റെ ആക്രാന്തം, ഗബ്രിക്ക് വെള്ളം കണ്ടാൽ പിന്നെ ഭ്രാന്താണ്. വെള്ളം കണ്ടതിൻ്റെ ആക്രാന്തത്തിൽ നമ്മൾ അതിൽ നിന്ന് കയറുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങി, വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഗബ്രി ആണെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഗബ്രിക്ക് കിട്ടിയ ഏറ്റവും, ഞാൻ പെട്ടെന്ന് അതിലെന്തോ മിന്നിയാണ് നോക്കിയത്, ഗബ്രിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല ഒരു സാധനമാണ് ഗബ്രി ഇങ്ങനെ ദേഷ്യം വരും ഗബ്രിക്ക്. പെട്ടെന്ന് ഗബ്രി ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പം ആ ഒരു സാധനം വെച്ചിട്ട് എന്തേടാ ഈ സാധനമാണോ അല്ല വേറെ പോട്ടെ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഗബ്രിക്കുണ്ട്. അപ്പം നമ്മൾ അന്ന് അവിടെ കയറി പോകുന്നിടത്ത് ഓൾറെഡി ഇരുട്ടി, കരി ഇങ്ങനെയാണെന്ന് വെപ്രാളപ്പെടുന്നുണ്ട്. ഗബ്രിയുടെ ബാഗ് മുതുകത്ത് 1 കിൻഡൽ വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗബ്രി നടക്കുന്നു, കാല് വയ്യ, ആർക്കും വയ്യ. എന്നിട്ടും ഗബ്രി എല്ലാ ഫ്രസ്ട്രേഷനും ഇങ്ങനെ ചുരുട്ടി വെച്ച് ഗബ്രിയുടെ ദേഷ്യം ഒതുക്കി. എനിക്കൊന്നും ഒട്ടും വയ്യ കേട്ടാ. എനിക്കാണെങ്കിൽ കാല് ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മുട്ടി ഇങ്ങനെ മുടങ്ങുക. അപ്പോൾ എനിക്ക് അങ്ങനെ ആകെ ഫുള്ള് വയ്യാതെ തല കറങ്ങുന്ന, അതാവുന്നു ഇതാവുന്നു, അങ്ങനെ ഫുള്ള് ഞാൻ നശിച്ചപ്പോൾ ഗബ്രി എൻ്റെ അടുത്ത് കൈയൊക്കെ പിടിച്ചിട്ട് വാ നമുക്ക് കയറാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അത് തീർക്കണം. കാരണം പാതിരാത്രി കാട്ടിൽ ഒടുക്കത്ത് ഇരുട്ടും മറ്റേ നനഞ്ഞ് കുതിർന്ന ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ
ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. ഞാൻ യൂഷ്വലി ആളുകളോട് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, ഞാൻ കുറച്ച് കലിപ്പനാണ്. പക്ഷെ പണ്ട് ഇവൻ കലിപ്പനല്ലെന്നാണ് ഞാൻ എന്റെ കേട്ടറിവ്, എനിക്കറിയില്ല. കലിപ്പൻ എന്ന് അറിയപ്പെടാനാണ് എനിക്ക് ഞാൻ ഇതിപ്പോലും പറയിട്ട് പൊക്കി പറയാണ് നിന്റെ. അപ്പൊ ഇവൻ കേറാൻ നേരത്തെ ഇവൻ എന്നെ ഇങ്ങനെ ഭയങ്കര സമാധാനത്തിൽ എന്റെ കൈയൊക്കെ പിടിച്ചിട്ട് വാ നമുക്ക് കേറാൻ എന്നൊക്കെ പറഞ്ഞ് ഗബ്രി ചുമ്മാ കാടിന്റെയും മേടിന്റെയും കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ എന്റെ വേദനകൾ മറന്ന് ഇവൻ പറയുന്നതിൽ നമ്മൾ ലയിച്ചു പോണോന്നുള്ള രീതിയിൽ ഇവൻ വേറെ സാധനങ്ങൾ എടുത്തിട്ട് ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് എന്നിട്ട് നമ്മൾ നടക്കുന്ന സ്റ്റിക്കിൽ എന്നിട്ട് ഗബ്രിന്റെ അടുത്ത് എന്റെ 5 സ്റ്റെപ്പ് 10 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് ഇനി 1000-500 സ്റ്റെപ്പ് ഉണ്ട് ഗബ്രി. പക്ഷെ നമുക്കൊരു 5 സ്റ്റെപ്പ് കിടക്കാം, ഒരു 10 സ്റ്റെപ്പ് കിടക്കാം, അതും നടക്കുന്ന മറ്റേ സ്റ്റിക്കില് 1 2 3 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുപോയപ്പോ എന്താ നമ്മളങ്ങനെ അവർക്ക് വയ്യാത്തത് അവർ നോക്കാതെ നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ അതിന് വലിയൊരു മനസ്സ് വേണം. അപ്പൊ എനിക്കത് ആ ഒരു മൊമെന്റ് ഭയങ്കര സ്പെഷ്യലായിരുന്നു. അതന്ന് എൻ്റെ അടുത്ത് കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ജാസ്മിന് ഗബ്രിയിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി, ഗബ്രിക്ക് ജാസ്മിനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി, യു ഗൈസ് ടുഗദർ ഇസ് എ വൈബ്. ഇത് വായിച്ചതാണ്. നിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു, ഇനി എന്റെ ക്വാളിറ്റി. ജാസ്മിനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റികൾ പറഞ്ഞാൽ ജാസ്മിൻ നെവർ ഗിവ് അപ്പ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഷീ യൂഷ്വലി ഡോണ്ട് ഗിവ് അപ്പ്. അത് നല്ല കാര്യത്തിലാണെങ്കിലും ചീത്ത കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ് ഒരു പോരായ്മയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതായത് വെൻ ഇറ്റ് കംസ് ടു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ്, ജാസ്മിൻ നെവർ ഗിവ്സ് അപ്പ്. അതായത് ഒറ്റയടിക്ക് ഒരിക്കലും ഒരാളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ബിഗ് ബോസിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ മറ്റേ അടി കിട്ടിയാൽ പോലും, ചവിട്ടി കിട്ടിയാലും, പിന്നീന്ന് കുത്തിയാലും, എത്ര ഉപദ്രവിച്ചു കഴിഞ്ഞാലും, മുഖത്ത് തുപ്പിയാലും ജാസ്മിൻ വീണ്ടും ചെന്നിട്ട് അയ്യോ സാരില്ല പോട്ടെ. ഇത് തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ സെയിം സാധനം പറയുന്നുണ്ട്. അതിൻ്റെ നല്ല ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സരം അല്ലെങ്കിൽ ജീവിതത്തിൽ ഷീ നെവർ ഗിവ്സ് അപ്പ്. എത്ര വീണ് കഴിഞ്ഞാലും അവിടെ നിന്ന് എഴുന്നേറ്റ് വരാനായിട്ടുള്ളൊരു മനക്കട്ടിയുണ്ട്. സെയിം ടൈം ടോക്സിക് ആയാലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരു വൃത്തികെട്ട ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിന്ന് എഴുന്നേറ്റ് വരാനായിട്ടും പുള്ളിക്കാരി നോക്കില്ല. ദാറ്റ് ഈസ് എ ഡൗൺ സൈഡ്. അതായത് എപ്പോഴൊക്കെയോ നല്ല മെമ്മറികൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതമ്മ പിടിച്ചിങ്ങനെ നിൽക്കും. അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു. സംടൈംസ് ഹോൾഡിംഗ് ഓൺ ഡസ് മോർ ഡാമേജ് ദാൻ ലെറ്റിംഗ് ഗോ എന്ന് പറയില്ലേ, കേട്ടോ? ചില സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് വിട്ട് കളയുന്നതിനേക്കാൾ കൂടുതൽ എന്തിലാവട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ദാറ്റ് ഇസ് ജാസ്മിൻ. അപ്പോൾ ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. ഇനി നമുക്ക് എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് നോക്കാം. 1 lakh സെലിബ്രേഷൻ വീഡിയോയിൽ 4 ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ് നെക്സ്റ്റ് 3 months ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അപ്ഡേറ്റ്സ്? ഓക്കെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഓർത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് 4 ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് എന്ന്. എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്തോ ഡ്രീമെന്നോ അങ്ങനെയൊക്കെയല്ല ഞാൻ പറഞ്ഞത്. അതിലൊരെണ്ണം മേഘാലയ ട്രിപ്പായിരുന്നു. രണ്ടാമത്തെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോജക്റ്റ് ടുഗദർ. പിന്നെ മൂന്നാമത്തെ ഐ പ്രോബബ്ലി ഡോണ്ട് റിമെമ്പർ. ഇല്ല, ഏഷ്യാനെറ്റിൻ്റെ ഷോ. ഏഷ്യാനെറ്റിൽ നമ്മൾ കളിച്ച ഷോയുടെ ടെലിവിഷൻ അവാർഡ്സിൽ ഞങ്ങൾ പെർഫോം ചെയ്യാനായിട്ട് അതെ ഒരെണ്ണം. പിന്നെ വേറെ എന്തോ പറഞ്ഞുകൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ്. അപ്പോൾ അതൊക്കെയായിരുന്നു ആ 4 ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ്സ്. ഗബ്രിക്ക് ജാസ്മിനെ ഒരു ദിവസമെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി ട്രീറ്റ് കൊടുത്തൂടെ? ഗബ്രിയുടെ പാരൻസിനോടൊന്ന് സംസാരിച്ച് കാണാൻ കൊതിയാവുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ചിലരുടെ നെറേറ്റീവുകളാണ് ഇത്. കുറെ പേര് ഇത് ചിലര് കൺവിൻസിങ് ആയിട്ട് പറയുന്ന ചിലരുണ്ട്. അതായത് ജാസ്മിന്റെ ഉമ്മേനോട് ഞാൻ സംസാരിക്കാറുണ്ട്, ജാസ്മിന്റെ പാപ്പയായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ്, ഗബ്രിയുടെ അമ്മ എൻ്റെ ആന്റിയുടെ മോളാണ്, അങ്ങനെ പറഞ്ഞിട്ട് യൂട്യൂബ് ഞാൻ വായിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ, യൂട്യൂബിലും റെഡിറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് പറയുന്ന ഒരുപാട് ടീമുകളുണ്ട്. വള്ളി ടീമുകൾ, വേറെ ഒരു പണിയില്ലാത്ത ടീമുകൾ. അവരന്ന് അവിടെ വെച്ചിട്ട് മറ്റേ അവര് അന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ ടേബിളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ടീമുകളുണ്ട്. അവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതാ. എന്റെ പൊന്നെ, ഒരു സമയത്ത് ഞാൻ ഇവിടുന്ന് മാറി നിന്ന സമയത്ത് ജാസ്മിന്റെ വീട്ടില് മറ്റേ ഭൂകമ്പമാണ്, അവിടെ ഇതാണ് ചാണം മെഴുകി ഇത് തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടില് ഗബ്രിയുടെ വീട്ടുകാർക്ക് ജാസ്മിനെ കണ്ട വെടിവെച്ച് കൊല്ലാൻ നിൽക്കുവാണ്, ഗുണ്ടകളെ ഏൽപ്പിച്ചേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. ഒരു കാര്യമില്ല. ജാസ്മിൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ജാസ്മിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഫ്രിസ്ബിയുടെ കൂടെ കളിച്ചിട്ടുണ്ട്. ലൈക്ക് ഷീ ഹവ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്. അങ്കമാലില് ഞങ്ങൾ ജിമ്മിൽ ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യാൻ വന്ന സമയത്തും എയർപോർട്ടിൽ പോകുന്ന സമയത്തൊക്കെ ജാസ്മിൻ എൻ്റെ വീട്ടിൽ വന്നിട്ടൊക്കെയാണ് ഞങ്ങൾ എയർപോർട്ടിൽ ഒരുമിച്ച് പോവാറ്. അപ്പോൾ അങ്ങനെ എൻ്റെ പാരൻസോ എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ഒരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ആർക്കും ഇല്ല.
ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഞങ്ങളുടെ രണ്ടുപേരെയും കുടുംബം എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഇങ്ങനെ കണ്ടുണ്ട് ജാഫർക്ക് അവരെ കണ്ടപ്പോ വെടിവെച്ചല്ലോ എന്ന് എന്റെ അത്തായും ഇവനും മിണ്ടിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്റെ അത്തായും ഉമ്മ എന്നൊക്കെ പറഞ്ഞാല്, പ്രത്യേകിച്ച് എന്റെ അത്തായ എന്നൊക്കെ പറഞ്ഞാല് എന്റെ അത്ത ഇപ്പോഴും ഉണ്ടല്ലോ. ആൾക്കാർ എവിടെയെങ്കിലും ഇപ്പൊ നമ്മൾ പോയി നിൽക്കുമ്പോ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ഒരു സൈഡിൽ കൂടെ ഒരു സാധനം പറഞ്ഞാൽ പോലെ എന്റെ അത്തൊക്കെ ഭയങ്കരമായിട്ട് ട്രിഗർ ആവും. കാരണം പുള്ളിക്ക് അറിഞ്ഞൂടാ, ഇപ്പോഴും അറിയില്ല എന്ത് ഒരാളിപ്പം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ട്രിഗർ ആവാതിരിക്കാന്ന് പുള്ളിക്ക് അറിയില്ല. ബിക്കോസ് അവരൊക്കെ ഭയങ്കര നാട്ടും പുറത്തുനിന്ന് ജീവിച്ച്, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ ഇത്തി യൂട്യൂബിൽ 5-6 വീഡിയോ ചെയ്യുന്നതല്ലാതെ ഒരു ബിഗ് ബോസിൽ പോയെന്നല്ലാതെ ഞാൻ ഇപ്പോഴാണ് എന്ത് ലൈഫ് എന്തെന്ന് കാണാൻ തുടങ്ങിയത്. അവരിപ്പോഴും ആ ഒരു നാട്ടും പുറത്തുള്ള, അല്ലെങ്കിൽ അവർ ഈ ഒരു സിനിമ എന്തെന്നോ സീരിയൽ എന്തെന്നോ യൂട്യൂബ് എന്തെന്നോ അറിയാത്ത ഒരു ഫീൽഡിനെ പറ്റി വലിയ പിടിയില്ലാത്ത ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഞാൻ ഇല്ലാത്ത സമയത്ത് ആൾക്കാർ എന്നെ പറ്റി, എൻ്റെ അത്ത പണ്ട് എന്നെ ഒരു കണ്ണെഴുതാനാ ഒരു കമ്മലിടാനാ ഒന്നിനും സമ്മതിക്കത്തില്ലായിരുന്നു. കാരണം എന്താ പറയാമോ, നാട്ടുകാർ അത് പറയും ചിന്നു, നാട്ടുകാർ ഇത് പറയും ചിന്നു, അവരങ്ങനെ നോക്കും ചിന്നു. അത് എൻ്റെ അത്താരെ കൺസേൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ മോളെ പറ്റി നല്ലത് പറയണം. എല്ലാ മനുഷ്യരും, ഈ ലോകത്തുള്ള ഏത് മനുഷ്യനും എൻ്റെ മോളെ പറ്റി നല്ലത് പറയണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. BBയിൽ വെച്ച് കണ്ടിട്ടുള്ള ഞാൻ പറയട്ടെ, ബിഗ് ബോസിൽ വെച്ചിട്ട് ആൾക്കാര് എന്താ വീഡിയോസ് ചെയ്യുന്നതിലും ഗബ്രിയെ പറ്റി ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ഗബ്രി ജാസ്മിനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അതാണ് ഇതാണ്, കുറെ പേരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ലൈവ് കാണുമ്പോഴായാലും ഇവന്റെ കട്ട് ചെയ്തിട്ടുള്ള കുറെ പാർട്ടുകളും അതും ഇതും അങ്ങനെ ഇവനായിരുന്നു ആ ബിഗ് ബോസ് സീസണിലേ ഇവനെ പോലെ അങ്ങനെ ആയിരുന്നു സംഭവം വന്നോണ്ടിരുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിൽ അയ്യോ എൻ്റെ മോളെ എല്ലാവരും അവര് പറയുന്നു ഇവര് പറയുന്നു എന്നുള്ളൊരു സാധനമായിരുന്നു. ഞാൻ എന്നാണോ പുറത്തിറങ്ങി അപ്പൊ ഞാൻ എന്നാണോ ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്റെ വീട്ടുകാരുടെ അടുത്ത് എന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്, എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്, അവർക്ക് ആർക്കും ഇവനോടും ഇവർക്കാർക്കും അവനോടും ഫോട്ടോ എടുത്ത് മാറ്റിയതും മാലെടുത്ത് മാറ്റിയതും ഒക്കെ ഒരു പാനിക് സിറ്റുവേഷനിൽ വരണ റിയാക്ഷൻസ് ആണ്. അതല്ലാതെ അവർക്ക് വേറൊരു സാധനം അവർക്ക് ചെയ്യാനില്ല. ഇപ്പൊ അത് ഓരോ സിറ്റുവേഷൻസ് ആണ്. ഇപ്പം ഒരു 2 വർഷം മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് വന്നു. ഇപ്പോഴും കമന്റ് സെക്ഷനിൽ ഒരു നാണം ഇല്ലാതെ വന്ന് കമന്റ് ചെയ്യണ കുറെ അവന്മാരുണ്ട്. അതായത് ബ്ലോക്കൊക്കെ മാറിയോ. ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഫിസിക്കലി വരുന്ന ഒരു സിറ്റുവേഷനെ കളിയാക്കുന്നവന്മാരെ മറ്റേ ഞാനിങ്ങനെ ചോദിച്ചു എത്ര ബ്ലോക്കാണ്. എൻ്റെ അറ്റാക്ക് ഓൾറെഡി ഞങ്ങൾ അന്ന് സർജറി ചെയ്യാൻ പോയപ്പോൾ ഫസ്റ്റ് അറ്റാക്ക് വന്നപ്പോഴേ 3-4 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്ര ബ്ലോക്കാ എന്നുള്ളത്. അതിന് എന്തോ ഇല്ല അല്ല, ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഫിസിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കണ്ടീഷനെ അയാൾക്കെതിരെ ഉപദ്രവിക്കാനായിട്ട് എടുത്ത് പറയുക എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നാണോ മാനോ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും കമന്റ് സെക്ഷനിൽ വന്നിട്ട് മറ്റേ ബ്ലോക്കൊക്കെ മാറിയോ, ഇപ്പൊ ബ്ലോക്ക് ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചിരിയാണ് വരാതെ കാണുമ്പോ. ആദ്യം എനിക്ക് ചോദ്യം കാണുമ്പോ ഞാൻ ഇപ്പോഴും ആലോചിക്കണം, അയ്യോ ഇവന്മാര് ഇതുവരെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നില്ലേന്നാ. അതായത് ചില ആളുകൾ പോടാ, ഞാൻ എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങി 100-200 സബ്സ്ക്രൈബേഴ്സ്. എന്റെ മോനെ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വേറൊരാളുടെ ക്യാമറ ഫേസ് ചെയ്ത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുന്നത്. ആ പെർഫ്യൂം ഇന്നും എന്റെ കമന്റ് ബോക്സിൽ 15,600 രൂപയുടെ ഒരു ടോം ഫോർഡ് പെർഫ്യൂം എന്റെ ഇല്ല. പെർഫ്യൂം കളക്ഷൻ ഉള്ള എന്റെ ഇല്ലാത്തൊരു പെർഫ്യൂം അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നൊന്നും ഇല്ല. നമ്മുടെ ലൈഫിൽ നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. വിചാരിക്കുന്നതെല്ലാം ശരിയാണെന്ന് കരുതരുത്. ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഏറ്റവും സന്തോഷവും സങ്കടവും തോന്നിയ നിമിഷം സ്പെസിഫിക്കലി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് എക്സ്ട്രീം ആയിട്ടുള്ള സന്തോഷം, എക്സൈറ്റ്മെന്റ്, സങ്കടം. ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ ഐ റെയർലി ക്രൈഡ്. അതായത്
ഐ വാസ് എ വെരി ഇമോഷണൽ പേഴ്സൺ. എന്റെ ഫ്രണ്ട്സിനൊക്കെ ജാസ്മിൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ജാസ്മിന് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഞാൻ എന്തായിരുന്നു എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ജാസ്മിൻ പിന്നെ ഇവൻ നിഷ്കളങ്കനായിരുന്നു, ഇവൻ നിഷ്കുവായിരുന്നു, ഇവൻ തൊട്ടാവാടിയായിരുന്നു, ഇവൻ പെട്ടെന്ന് പെട്ടെന്ന് കരയുമായിരുന്നു ഒക്കെ ആയിരുന്നു. ഇവൻ ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇരുന്ന് കഥകൾ പറയുമായിരുന്നു, ഇവന്റെ പാസ്റ്റ് അങ്ങനായിരുന്നു. പക്ഷെ ആ ഗബ്രി ഒന്നും അല്ല കേട്ടോ. എനിക്ക് ആ ബിഗ് ബോസിലെ കുറെ എനിക്ക് ആ ഒരു പാനിക് അറ്റാക്കും പരിപാടികളും വന്നിട്ട് ഡോക്ടർ സൈക്കോളജിസ്റ്റിനെ കണ്ടിറങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സിങ്ങനെ ഒരു കല്ല് പോലെ ആക്കിയെന്ന് ഞാൻ അന്ന് അവിടെ ഇരുന്ന് പറയാനുണ്ട്. അതായത് ഇനി എന്നെ ഒരുത്തിനും എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള മൈൻഡിൽ. അതിനുശേഷം ഈ പറയുന്ന സാധനങ്ങളൊന്നും എത്ര തെറി വിളിച്ചാലും എത്ര നെഗറ്റീവ് പറഞ്ഞാലും എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആ ഹെയ്റ്റിൽ ഉള്ള കോമ്പസ് ഓഫ് ചെയ്ത സമയത്ത് നമ്മളുടെ ടോട്ടൽ പോസിറ്റീവ് ഇമോഷൻ്റെ കോമ്പസും എവിടേക്കോ ഓഫായി പോയി. ഇതൊരു നല്ലൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇതൊരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിട്ടല്ല ഞാൻ പറയണത്. ദിസ് ഈസ് എ ഡെഫിഷ്യൻസി ദാറ്റ് ഐ ഹാവ് റൈറ്റ് നൗ. ഐ ഡോണ്ട് ഫീൽ എ ലോട്ട് ഓഫ് ഇമോഷൻസ്. എനിക്ക് സങ്കടമാണെങ്കിൽ എനിക്കിപ്പോൾ പണ്ടൊക്കെ നമ്മൾ ക്രൂരമായിട്ടുള്ളൊരു സീൻ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ സാധനം വരുമായിരുന്നു. ചോര കാണുമ്പോൾ ഞാൻ തലയിറങ്ങി വീഴുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ നീ എപ്പോഴാണ് ഞാൻ ചോര കൊണ്ട് തലയിറങ്ങി വീണത്? എന്റെ കയ്യോ എന്നോ ഒരു ദിവസം മുറിഞ്ഞപ്പോ നീ ഏതൊക്കെ വശത്തോട്ട് ഓടിയത്? കുഴപ്പമില്ല. എന്നാലും നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഇമോഷണൽ കോമ്പസ് സംവെയർ പ്രോബ്ലമാറ്റിക്കലി ഇങ്ങനെ ടേൺ ഓഫ് ആയി കിടക്കാണ്. അത് എപ്പോഴെങ്കിലും ഓൺ ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ നല്ല സന്തോഷം തോന്നിയൊരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന സമയത്ത് 10,000 പേര് തെറി വിളിക്കുമ്പോഴും 1000 പേര് നമ്മുടെ കൂടെ ഒളിച്ചും പാത്തുവാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്ന 1000 പേരുണ്ടായിരുന്നെങ്കിൽ അത് ഗബ്രി പുറത്തിറങ്ങിയ സമയത്ത് കുറെ പെൺപിള്ളേർക്ക് ഇഷ്ടമായിരുന്നു ഉണ്ടായിരുന്നു. ഗബ്രിച്ചിയുടെ ഭയങ്കര ക്യൂട്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടടാ. അവരോടൊക്കെ എന്നെ DM ചെയ്യാൻ പറയണ്ടേ? കുറേയേറെ പേർ ജാസ്മിന് വേണ്ടി പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഗബ്രിക്ക് തോന്നുന്നുണ്ടോ ജാസ്മിൻ മാറണമെന്ന്? ജാസ്മിനിൽ എന്ത് മാറ്റങ്ങൾ വരാനാണ് ഗബ്രി ആഗ്രഹിക്കുന്നത്? ജാസ്മിനിൽ മാറ്റങ്ങൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ മാറിക്കാണണം എന്നുള്ളത് നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ അപ്പോഴും നമുക്ക് പറയാൻ പറ്റും ജാസ്മിൻ നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇവിടെ ഇരിക്കരുത്, തലോത്തിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ എന്തെടുക്കണം, അത് എന്ത് പ്രാവർത്തികമാക്കണം എന്നുള്ളത് ടോട്ടലി അപ് ടു യു. ബിക്കോസ് ഇറ്റ്സ് യുവർ ഫ്രീഡം ഹൗ യു ബിഹേവ്. പക്ഷേ പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് വെച്ചത് എനിക്കറിയാം. അത് ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ ഡിസ്കഷൻ ചെയ്യും. അതായത് ഈ പെണ്ണ് എന്താണ് ഈ കാണിക്കുന്നത്? അത് I don't accept. Healthy ആയിട്ടുള്ള criticisms is always, as I've always said, is always welcome. നമ്മളെ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. ഞാനും എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സും പരസ്പരം ഒരുപാട് പേരുണ്ട്. അതായത് ഫ്രണ്ട്സിൽ എന്താ എന്നുള്ളത് നമ്മൾ നോർമലി എവിടെ എന്നുള്ള രീതിയിൽ ഇത് കഴിഞ്ഞിട്ടുള്ള വാക്ക് ഞാൻ പറയാനില്ല. പക്ഷെ നമ്മൾ നാച്ചുറലി മലയാളികൾക്കിടയിൽ വരുന്ന ഒരു സാധനമാണ് അങ്ങനത്തെ സാധനങ്ങൾ. എന്ന് വെച്ചാൽ അത് ഭയങ്കര വലിയ തെറ്റാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എന്നെ അർത്ഥം വെച്ച് വിളിക്കാത്ത ദേഷ്യപ്പെട്ടല്ല വിളിക്കണേ, സ്നേഹത്തോടെ അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എടുത്തുകൊണ്ട് വിളിക്കുന്ന സമയത്ത് ചില വാക്കുകൾ ചിലർക്ക് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യാം. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. അത് ഞാൻ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തു. ഇനി ഒരു വീഡിയോയിൽ വരണ സമയത്ത് ടോട്ടലി ട്രൈ ആൻഡ് കൺട്രോൾ എന്നുള്ള രീതിയിൽ. ആക്ച്വലി എനിക്ക് ഞാൻ 24 മണിക്കൂർ മറ്റേ എയർ പിടിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്കറിയില്ല. ഞാൻ സംസാരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് സംസാരിക്കാറുണ്ട്. നോർമലായിട്ട് നിൽക്കുന്നിടത്ത് നോർമലായിട്ട് നിൽക്കാറുണ്ട്. എപ്പോഴും എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, എപ്പോഴും എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. സാഹചര്യം എന്താണോ സമയം എന്താണോ അതിനനുസരിച്ച് പെരുമാറാൻ എനിക്ക് അറിയാം എന്നാണ് വിശ്വാസം. പിന്നെ ചിലർ ഞാൻ പറയാൻ വന്നു. പിന്നെ ചിലർ പറഞ്ഞു അതായത് പബ്ലിക്കായിട്ട് നിൽക്കുന്നവർ അത് ടോട്ടലി അക്സെപ്റ്റബിൾ ആണ്. അതായത് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്ന സമയത്ത് വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിന് ഒരേപോലെ കേറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില വാക്കുകളൊക്കെ ഒഴിവാക്കാം. അത് ഞങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. പിന്നെ ചിലർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വ്ളോഗ് എഡിറ്റ് ചെയ്തോടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞോടെ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വാട്ട് യു സീ ഈസ് വാട്ട് വി ആർ. എൻ്റെ വ്ളോഗുകളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഇമേജ് ക്ലാരിഫൈ ചെയ്യാനോ ക്ലിയർ ചെയ്തെടുക്കാനോ ഇതൊന്നുമല്ല ലക്ഷ്യം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാനോ ഇതൊന്നുമല്ല. ഐ ഹവ് നെവർ പ്ലാൻഡ് എനി ഓഫ് മൈ വ്ളോഗ്സ്. ഐ ഹവ് നെവർ പ്ലാൻഡ് എനി ഓഫ് ദ സിറ്റുവേഷൻസ് വിച്ച് ഹാപ്പൻസ് ഇൻസൈഡ് ദ വ്ളോഗ്. നമ്മൾ ഫണ്ണി ആയിട്ട് നമുക്ക് നാച്ചുറലി തോന്നുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ചില വ്ളോഗുകൾ ഡിപ്രസിംഗ് ആയിട്ട് ഫീൽ ചെയ്യണത്. ചില വ്ളോഗുകളിൽ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും, ചില വ്ളോഗുകളിൽ ഡിപ്രസിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ നാച്ചുറലി എന്താണോ അതാണ് 100% ട്രൂലി നിങ്ങൾ കാണുന്നത്. സോ ദർ ഇസ് നോ പ്ലാൻസ് ടു ചേഞ്ച് ദെയർ. അപ്പോൾ ആ കാര്യം പക്ഷേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നത് മാറ്റാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്.
അയ്യോ Q&A ചെയ്ത് കഴിഞ്ഞാവോ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഗുഡ് ഡേ ബിഗ് ബോസ് എന്തിനാ പറഞ്ഞിരുന്നത്? ഞാൻ പുസ്തക ഗബ്രിയുടെ ഹോം ടൂർ ചെയ്യോ? ഗബ്രിയുടെ ഹോം ടൂർ ചെയ്യാൻ വളരെ സാധ്യതകൾ കുറവാണ് ഞാൻ കാണുന്നത്. എനിക്ക് കുറച്ച് പെയ്ഡായിട്ടുള്ള ഓഫേഴ്സൊക്കെ വന്നായിരുന്നു ചില ചാനലുകളിൽ നിന്ന്, ഹോം ടൂർ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്, എൻ്റെ ഫാമിലി എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രൈവറ്റായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് അറ്റൻഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രൈവസി ഇഷ്യൂ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ഓൺ മൈ ഫാമിലി. അവരെ ആളുകൾ അത്ര കാണാൻ അവർക്കും അതിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഭയങ്കര ഫേമസ് ആവണം, അങ്ങനത്തെ ആളുകൾ കണ്ടാൽ തിരിച്ചറിയണം എന്നുള്ള സാധനമൊന്നും അവർക്കും ഇല്ല. അറിയാവുന്നവർക്കറിയാം. ആൻഡ് ദേ ആർ ലിവിങ് എ പീസ്ഫുൾ ലൈഫ് റൈറ്റ് നൗ. വൈ വുഡ് ഐ റൂയിൻ ദാറ്റ് വിത്ത് ദിസ് ഹേറ്റ്രഡ്? അവരെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഹേറ്ററിൻ്റെ ഒരു ഭാഗം അങ്ങോട്ടും പോകും. അവർ പ്രൈവറ്റ് ആയിരിക്കുന്നിടത്തോളം കാലം അവർ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. എൻ്റെ ചേച്ചി അനിയത്തി എവിടെയാണെന്ന് പോലും ആൾക്കാർക്ക് അറിഞ്ഞൂടാ. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ് ഫോർ ദം. അപ്പോൾ ആ ഒരു പിന്നെ എൻ്റെ വീടാണെങ്കിലും എനിക്ക് എൻ്റെ ഭയങ്കര ഇപ്പം ജാസ്മിൻ ഈ ഹോം ടൂർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ദിവസം ചോദിച്ചു എന്തിനാ. അത് എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. അതായത് ഞാൻ കിടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയകൾ എനിക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഐ എം നോട്ട് ദാറ്റ് റിയലി കംഫർട്ടബിൾ. പക്ഷേ മേ ബി ഇഫ് ഐ ഫീൽ കംഫർട്ടബിൾ എവർ ഐ വിൽ ഡു ദാറ്റ്. ഫുൾ ഹോം ടൂർ ഒന്നും ചെയ്തില്ലെങ്കിലും വേണമെങ്കിൽ ഒരു റൂം ടൂർ ഒക്കെ ചെയ്യണ കാര്യം ഞങ്ങളിങ്ങനെ ഒരു ദിവസം ജാസ്മിനോട് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ജാസ്മിൻ എനിക്കൊരു ഐഡിയ പറഞ്ഞായിരുന്നു, റൂം ടൂർ ഒക്കെ ചെയ്തോ എന്നുള്ള രീതിയിൽ. ഐ വിൽ ട്രൈ ആൻഡ് ഡു ദാറ്റ് സംടൈംസ്. അടുത്തത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ? Day in my life, my life is very boring, bro. There is nothing happening in my life. You don't want that. മോനെ നീ എന്നെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടുണ്ടോ? പിന്നെ ഉറങ്ങാ. അതാ പറഞ്ഞേ, ഒന്നിച്ച് ചാലഞ്ച് വീഡിയോ ചെയ്യാമോ?